ഹായ്, നമുക്കിന്നൊരു ഹോം മെയ്ഡ് ഫേസ് മാസ്ക് ഉണ്ടാക്കിയാലോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മുന്നേ എനിക്ക് കുറച്ച് ഫംഗ്ഷൻസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പുറത്താണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ആഫ്റ്റർ കെയർ ചെയ്യണമല്ലോ അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹോം റെമഡി നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ കയ്യിൽ മിക്കപ്പോഴും ഈ ഫേസ് മാസ്ക് ഷീറ്റുകൾ കാണില്ല കേട്ടോ. ആ സമയത്തൊക്കെ ഈ ഒരു റെമഡിയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നിങ്ങളും കൂടി കാണിച്ചു തരാം. പിന്നെ ഫേസ് മാസ്ക് ഷീറ്റ് നോക്കുന്നവരാണെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ. ഇതാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിൽ മിൽക്ക് എടുക്കുക, പിന്നെ ബേസൻ പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലപ്പൊടി, പിന്നീട് ഹണിയും കൂടി ഒഴിച്ചെടുക്കുക. ഇതാണ് കേട്ടോ എൻ്റെ ഇൻഗ്രീഡിയൻസ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഗൈസ്, എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്തിനാ അത് ഇടുന്നത്, ഇങ്ങനെ ചെയ്യുന്നത് ഫേസിൽ നാച്ചുറലായിട്ട് വിട്ടൂടെ അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹെയറിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യത്തില്ലേ, നമ്മുടെ ബോഡി നമ്മൾ ടേക്ക് കെയർ ചെയ്യത്തില്ലേ, അതുപോലെയുള്ള ഫേസും. വൈ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് അങ്ങനെ ചോദിക്കുന്നതെന്നുള്ളത്. നമ്മുടെ സറൗണ്ടിങ് ഫുൾ പൊല്യൂട്ടഡ് ആണ്. അപ്പോൾ അത് കാരണം നമുക്ക് കുറേ സ്കിൻ ഇഷ്യൂസുകൾ വരാം. അപ്പോൾ അതിൽ ടേക്ക് കെയർ ചെയ്യുന്നതിലൊന്നും ഒരു നാണക്കേടോ ഒരു പ്രശ്നമോ നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് പിന്നെ ആര് ടേക്ക് കെയർ ചെയ്യും? എനിവേ ഗൈസ്, എനിക്കിങ്ങനെ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി അതിലെന്ത് പോയിൻ്റാണ് ഉള്ളതെന്ന്. ഓക്കെ, അപ്പോൾ എനിവേ ഗൈസ്, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് ചില ആൾക്കാർ കരുതുക ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ബോഡി മുഴുവനും അതിൽ ഫേസ് വരുമല്ലോ. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് ടേക്ക് കെയർ ചെയ്ത് വെക്കുന്നു. അതാണ് മെയിൻ കാര്യം. ഫേസ് ക്ലെൻസ് ചെയ്ത് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം കേട്ടോ. എത്ര പ്രാവശ്യം ഞാൻ ഇത് ഉണ്ടാക്കിയാലും എനിക്ക് മാത്രമായിട്ടുള്ള ഒരു അളവിന് ഉണ്ടാക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇതൊരു 5-10 ആൾക്കാർക്ക് ഇടാം. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന 3 പ്രോഡക്റ്റ്സുകളും നല്ലതാണ്. ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിനെ ഡ്രൈ ആക്കി വെക്കൂല, സ്കിന്ന് കുറച്ചും കൂടി സ്മൂത്ത് ആക്കും, അതുപോലെ തന്നെ ഒരു ജെൻറ്റിൽ എക്സ്ഫോളിയേറ്റർ ആയിട്ടാണ് വർക്ക് ആക്കുന്നത് കേട്ടോ. ഇത് ഇത്രയാണ് ഇത് 3ൻ്റെയും ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 20 മിനിറ്റ്സ് ആയി. ഒരുപാട് ഡ്രൈ ആവാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ റിമൂവ് ചെയ്യും. ആ ഒരു ബ്രൈറ്റ്നെസ് കണ്ടോ, നല്ല വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ട് സെറ്റ് ആക്കണം കേട്ടോ. നന്നായിട്ട് വർക്ക് ആവുന്ന ഒരു റെമഡിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കും. ഓക്കെ, അപ്പോൾ ബൈ ബൈ.